കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും മണ്ടൻ, അതായത് ഒരുവിധം അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളിലെ ഏറ്റവും മണ്ടൻ ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക സജി മഞ്ഞക്കടമ്പൻ്റെ പേരായിരിക്കും. ഇത് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ഒരു അധിക്ഷേപമല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പോയകാല രാഷ്ട്രീയ ജീവിതത്തിലെ നീക്കങ്ങളും തീരുമാനങ്ങളും പ്രവർത്തന ശൈലിയും അവലോകനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എത്തിച്ചേർന്ന ഒരു നിഗമനമാണ്. ഏതൊക്കെയാണെങ്കിലും സജി മഞ്ഞക്കടമ്പൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ച് ഒന്ന് പ്രതിപാദിക്കേണ്ടതുണ്ട്. അതായത് തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയെയും നേതാക്കളെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിപ്പറയുവാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് സജി മഞ്ഞക്കടമ്പൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ സ്ഥിരമായി അസ്ഥിരമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളുന്ന ഒരു നേതാവാണ് സജി മഞ്ഞക്കടമ്പൻ എന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ കേവലമായിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറുവാനും നിലപാട് മാറ്റുവാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് സജി മഞ്ഞക്കടമ്പൻ. എന്നാൽ ഈ കാര്യങ്ങളുടെ പേരിലല്ല അദ്ദേഹത്തെ ഞാനൊരു മണ്ടനായ രാഷ്ട്രീയക്കാരനായി അവതരിപ്പിക്കുന്നത്. നേരെ മറിച്ച് രാഷ്ട്രീയത്തിൽ തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഒരു പാളയത്തിൽ നിന്ന് കേവലമായ ഈഗോയുടെ പേരിൽ, കേവലം ബാലിശമായിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുവാൻ തന്നെ കൂടെ കൂട്ടിയില്ല എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ സൗഭാഗ്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ചാണകക്കുഴിയിലേക്ക് ചാടിയ സജി മഞ്ഞക്കടമ്പൻ്റെ തീരുമാനം, ആ ഒരൊറ്റ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ഒരു മണ്ടനായി എന്നും ചിത്രീകരിക്കുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പലപ്പോഴും പല വീഡിയോകളും ഈ ചാനലിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ ഉടമസ്ഥത വഹിക്കുന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ വീഡിയോയുമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സജി മഞ്ഞക്കടമ്പൻ എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടും കൊള്ളരുതായ്മ കൊണ്ടും നിയമവിരുദ്ധ പ്രവർത്തനം കൊണ്ടും ഒരു കേസിൽ പ്രതിയായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ കേസിൽ പ്രതിയാക്കി പോലീസ് FIR എടുത്തിട്ടുള്ളത്. ആ കേസിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ കീഴിൽ വരുന്ന പോക്സോ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ആധികാരികമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായപ്പോൾ സജി മഞ്ഞക്കടമ്പനെതിരെ പോക്സോ കേസ് എന്ന തലക്കെട്ടോടുകൂടി ഞാൻ ഉടമസ്ഥത വഹിക്കുന്ന കേരള സ്പീക്സ് എന്ന ഓൺലൈൻ വാർത്താ പോർട്ടൽ ഇതൊരു വാർത്തയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും കള്ളക്കേസ് എടുപ്പിച്ചു എന്നുമുള്ള ആരോപണങ്ങളുമായി സജി മഞ്ഞക്കടമ്പൻ ഒരു പത്രസമ്മേളനം നടത്തിയത്. ഏതൊക്കെയാണെങ്കിലും അദ്ദേഹം ഇത്രമാത്രം കാര്യങ്ങൾ, ഇത്രമാത്രം ആരോപണങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിൽ എന്താണ് സജി മഞ്ഞക്കടമ്പനെതിരെ കേസെടുക്കാനുണ്ടായ സാഹചര്യം, എന്തുകൊണ്ടാണ് ആ കേസിൽ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയത് എന്നതിൻ്റെ വിശദാംശങ്ങളും തെളിവുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യമായി സജി മഞ്ഞക്കടമ്പൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള സ്പീക്സ് എന്ന ഓൺലൈൻ വാർത്താ പോർട്ടലിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളും അതിൻ്റെ മറ്റു വിശദാംശങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യാജ കേസ്, അതായത് അത് ആണ് നിലവിൽ എനിക്കതിന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ തീരുമാനം ഏതായാലും ഇത് ഇനി എന്ത് കേസെടുത്താലും ജാമ്യം എടുക്കാൻ ഞാൻ പോകുന്നതിനോട് 2-3 വക്കീൽമാർ വിളിച്ചു. നമുക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാൻ. ഞാൻ പറഞ്ഞു, ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ ഇത്തരത്തിൽ അല്ലെങ്കിൽ തുണിപ്പൊക്കി കാണിച്ചിട്ടില്ല, തെറി വിളിച്ചില്ല എന്ന് ബോധ്യമുള്ള ഞാൻ എന്തിനാ മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുന്നത്? അപ്പൊ ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോയ സ്വാഭാവികമായും ഞാനത് ചെയ്തു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനം ഒരു കേസും ഒരു ജാമ്യം എടുക്കാൻ പോകുന്നില്ല. പോലീസ് വിളിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ ചെല്ലും. അറസ്റ്റ് ചെയ്താൽ ഞാൻ അറസ്റ്റിന് തീർച്ചയായിട്ടും അറസ്റ്റ് വഴങ്ങി കൊടുക്കുകയും ചെയ്യും. 2 വക്കീലന്മാരാണ് എന്റെ പുറകിൽ എനിക്കറിയാം. ഈ പറഞ്ഞ നമ്മുടെ ഒരു ഓൺലൈൻ എന്നാ കേരള സ്പീക്സ് ഓൺലൈൻ, അത് നിരന്തരം എനിക്കെതിരെ ഇങ്ങനെ ഈ സ്നേഹപ്പാല വെക്കുന്നതാണ്. അപ്പൊ ഒരു സ്നേഹപ്പാല വേറെ കേരള സ്പീക്സ് അല്ലാതെ വേറൊരു മാധ്യമങ്ങളും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതിയാണെന്ന് പറഞ്ഞ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി FIR കൊണ്ട് കൊണ്ടുപോയി FIR. അപ്പൊ FIR-ന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പണി നടത്തില്ല. ഞാൻ ഏതായാലും കോടതിയിൽ പോയി ജാമ്യം എടുക്കാനും പോകുന്നില്ല, നാട് വിടാനും പോകുന്നില്ല എന്നത് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇവിടെ സജി മഞ്ഞക്കടമ്പൻ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ആ നിയമവിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ച് കുറ്റബോധമില്ലാത്ത അദ്ദേഹം താൻ നിയമം ലംഘിച്ചു എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും തനിക്കെതിരെ കേസെടുത്തതിന് പോലീസിനെയാണ് വിമർശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സജി മഞ്ഞക്കടമ്പൻ പറയുന്ന മറ്റൊരാരോപണം എന്ന് പറയുന്നത് വളരെ അന്യായമായിട്ടാണ് പോക്സോ എന്ന വകുപ്പ് തനിക്കെതിരെ ഈ കേസിൽ ചുമത്തിയിട്ടുള്ളത് എന്നതാണ്.
എന്നാൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുതയും യാഥാർത്ഥ്യവും എന്താണെന്ന് അറിഞ്ഞിരിക്കുവാനുള്ള ഒരു അവകാശം അദ്ദേഹത്തെ അറിയാവുന്ന ഓരോ മലയാളിക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്നാമതായി, സജി മഞ്ഞക്കടമ്പൻ്റെ സ്കൂട്ടർ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് വെച്ച് ഒരു വെള്ളക്കെട്ടിൽ നിന്നു പോകുന്നു. ഈ വെള്ളക്കെട്ടിന് കാരണമായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ മതിൽ നിർമ്മാണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സജി മഞ്ഞക്കടമ്പൻ പ്രകോപിതനായി അപ്പോൾ തന്നെ ആ മതിൽ പൊളിക്കുവാൻ ചില ശ്രമങ്ങൾ നടത്തുന്നു. പിന്നീട് ആ ഒരു വിഷയത്തിൽ കൃത്യമായി പോലീസിൻ്റെയും ജനപ്രതിനിധികളുടെയും ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് പിറ്റേന്ന് തന്നെ പുതിയൊരു പൈപ്പ് സ്ഥാപിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണാം എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന ധാരണയിലേക്ക് എത്തുകയും ചെയ്തതിന് ശേഷം അന്ന് തന്നെ അർദ്ധരാത്രിയോടുകൂടി 8ഓളം ആളുകളെ കൂട്ടിക്കൊണ്ട് ചെന്ന് സജി മഞ്ഞക്കടമ്പൻ ആ പുരയിടത്തിൻ്റെ മതിൽ ബലമായി പൊളിക്കുകയാണ്. ഈ അതിക്രമം സജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമയത്ത് ആ പുരയിടത്തിൻ്റെ ഉടമസ്ഥൻ, ആ വീടിൻ്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ശബ്ദവും കോലാഹലങ്ങളും അതിക്രമവും കണ്ടുകൊണ്ട് ആ വീട്ടിൽ ഉടമസ്ഥൻ്റെ ഭാര്യയായിരുന്ന യുവതിയും, അവരൊരു അധ്യാപികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവരുടെ 15 വയസ്സുള്ള പെൺകുട്ടിയും ചേർന്ന് ഇറങ്ങിച്ചെല്ലുകയും മൊബൈലിൽ ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ പ്രകോപിതനായ സജി മഞ്ഞക്കടമ്പനും കൂട്ടരും അവരെ അസഭ്യം പറഞ്ഞു എന്നതാണ് കേസിൻ്റെ അടിസ്ഥാനം. അതിനുശേഷം അവർ ചിത്രീകരണം തുടർന്നപ്പോൾ സജി മഞ്ഞക്കടമ്പനൊപ്പമുണ്ടായിരുന്ന ഒരാൾ തൻ്റെ ഉടുമുണ്ട് പൊക്കി അടിവസ്ത്രം കാണിക്കുന്ന രീതിയിൽ അവർക്ക് നേരെ പ്രകോപനപരമായ രീതിയിൽ ഒരു അശ്ലീല ചേഷ്ടയും പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങളടക്കം പരാതിപ്പെട്ടതോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവത്തിൽ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി സജി മഞ്ഞക്കടമ്പനെ 1-ാം പ്രതിയായും മറ്റൊരാളെ 2-ാം പ്രതിയായും പട്ടികയിൽ ചേർത്തുകൊണ്ട് കേസെടുക്കുവാനും FIR ഇടുവാനുമുള്ള സാഹചര്യം ഉണ്ടായത്. ഈ കേസിൻ്റെ FIRൻ്റെ കോപ്പി അടക്കം വിശദാംശങ്ങളും അതുപോലെ തന്നെ സജി മഞ്ഞക്കടമ്പനെതിരെ കേസെടുക്കുവാൻ ഇടയാക്കിയ സാഹചര്യങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും കയ്യിൽ കിട്ടിയപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ വാർത്താ പോർട്ടലിൽ ഞാൻ അതൊരു വാർത്തയായി വലിയ തലക്കെട്ടാക്കി റിപ്പോർട്ട് ചെയ്യുകയും വ്യാപകമായി ആ വാർത്ത പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യസന്ധമായ ഒരു വാർത്തയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ FIRൻ്റെ കോപ്പി അടക്കം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരം ഒരു റിപ്പോർട്ടിംഗ് നടത്തിയത്. എന്നാൽ സജി മഞ്ഞക്കടമ്പൻ പറയുന്നത് മറ്റു വാർത്താ പോർട്ടലുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഈ ഗൂഢാലോചനയിൽ എനിക്ക് പങ്കുണ്ട് എന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ മറ്റു വാർത്താ പോർട്ടലുകൾക്ക് ലഭ്യമാകുന്നതിന് മുമ്പേ ഒരു വാർത്ത എനിക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്നതുകൂടി സജി മഞ്ഞക്കടമ്പൻ സൗകര്യപൂർവ്വം ഇവിടെ മറന്നു പോകുകയാണ്. അതിനു പകരമായി അദ്ദേഹം എനിക്കെതിരെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്നിരുന്നാലും സജി മഞ്ഞക്കടമ്പൻ ഒരു കാര്യം ഇവിടെ ബോധപൂർവം വിട്ടുകളയുന്നുണ്ട്. അദ്ദേഹം നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഞാൻ നടത്തിയ ഇടപെടൽ എന്ന വാദമാണ് സജി മഞ്ഞക്കടമ്പൻ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ വഴിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനായി മറ്റൊരാളുടെ മതിലുകൾ അല്ലെങ്കിൽ വീടിൻ്റെ കോൺക്രീറ്റ് ചുമരുകൾ പൊളിച്ചു കളയുന്നത് ഗുണ്ടായിസം കാണിച്ച് പൊളിച്ചു കളയുന്നതാണോ നിയമവിധേയമായ പ്രവർത്തനം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു പരാമർശങ്ങളും ഇവിടെ നടത്തുന്നില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ മുതൽ നശിപ്പിക്കുന്നത് കണ്ട് ആ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ അമ്മയെയും മകളെയും അസഭ്യം പറഞ്ഞതിനും അതിന് കൂട്ടുനിന്നതും നിയമവിധേയമായ പ്രവർത്തനമാണോ എന്നതിനെക്കുറിച്ചും സജി മഞ്ഞക്കടമ്പൻ ഒരു വിശദീകരണവും നൽകുന്നില്ല. എന്നാൽ മണ്ടനായ സജിയുടെ മണ്ടത്തരങ്ങളുടെ ഭാഗമായിട്ടല്ല ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കളി സജി മഞ്ഞക്കടമ്പൻ വളരെ ബുദ്ധിപൂർവ്വമാണ് കളിക്കുന്നത്. താൻ പ്രതിയാക്കപ്പെട്ടതറിഞ്ഞ് കോട്ടയത്തെത്തി അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ താൻ പോകും, തന്നെ അറസ്റ്റ് ചെയ്താൽ താൻ ജാമ്യമെടുക്കാൻ കൂട്ടാക്കുകയില്ല, അറസ്റ്റിനോട് സഹകരിക്കും, അങ്ങനെ ജയിലിൽ പോകുമെന്നാണ്. ഏതെങ്കിലും വിധത്തിൽ ജയിലിൽ പോയി തൻ്റെ ഇല്ലാതായിപ്പോയ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്തുവാനുള്ള ഏറ്റവും തരം താഴ്ന്ന ശ്രമമാണ് സജി മഞ്ഞക്കടമ്പൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, സജി മഞ്ഞക്കടമ്പൻ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന UDF സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജിൻ്റെ മുഖ്യ പ്രചാരകനായി പ്രവർത്തിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു. കാരണം അന്ന് അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിരുന്നു, UDFൻ്റെ കോട്ടയം ജില്ലാ ചെയർമാനായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമിനേഷൻ കൊടുക്കുവാൻ പോകുമ്പോൾ തിരുവഞ്ചൂരും മോൻസ് ജോസഫും നാട്ടകം സുരേഷും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും കൂടെ പോകേണ്ടതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരനായ പ്രസിഡന്റിനോട് ഒന്ന് മാറി നിൽക്കുവാൻ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടത് പ്രകോപനമായപ്പോഴാണ് അദ്ദേഹം ഒരു നാണവും മാനവുമില്ലാതെ ഇതുവരെ തന്നെ വളർത്തി വലുതാക്കിയ രാഷ്ട്രീയ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് NDA പാളയത്തിലെത്തിയതും തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്റ്റാർ പ്രചാരകനായി തെരഞ്ഞെടുപ്പ് രംഗത്ത്
പിറ്റേ ദിവസം മുതൽ അവതരിച്ചതും. ഏതൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ തുഷാർ 8 നിലയിൽ പൊട്ടിയതോടുകൂടി NDAയും സജി മഞ്ഞക്കടമ്പനെ ഉപേക്ഷിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹം PV അൻവറിനോടൊപ്പം ചേർന്ന് പിൻവാതിലിലൂടെ UDFിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ ശ്രമിച്ചത്. അൻവറിനൊപ്പം മറ്റൊരു സീറ്റും കൂടി ആ പാർട്ടിക്ക് ലഭിക്കുമെന്നും ആ സീറ്റ് പൂഞ്ഞാറായിരിക്കുമെന്നും അവിടെ സ്ഥാനാർത്ഥിയാകുക താനായിരിക്കും എന്നുമെല്ലാമുള്ള വീരവാദങ്ങൾ മുഴക്കി കുറെ കാലം അദ്ദേഹം പാലായിലൂടെ നടന്നു. അൻവറിന് തന്നെ ബേപ്പൂർ സീറ്റാണ്. മുഹമ്മദ് റിയാസിനെതിരെ ഇടതുകോട്ടയിലാണ് മത്സരിക്കുവാൻ അവസരം ലഭിച്ചത്. അതോടുകൂടി സീറ്റ് എന്ന മോഹം പൊലിഞ്ഞ സജി മഞ്ഞക്കടമ്പൻ പിന്നീട് എങ്ങനെയെങ്കിലും UDFിൽ അൻവർ ഘടകകക്ഷിയാകുന്നതോടുകൂടി കോട്ടയം ജില്ലയിൽ പഴയതുപോലെ ആളാകാമെന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ് നടന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട PV അൻവർ ആഫ്രിക്കയിലേക്ക് പോകുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുകയും ചെയ്തതോടുകൂടി സജി മഞ്ഞക്കടമ്പന് പ്രവർത്തിക്കുവാൻ ഒരു വേദി ഇല്ലാതായി എന്നതാണ് യാഥാർത്ഥ്യം. ഈ അവസരത്തിലാണ് ഈ കേസുണ്ടാകുന്നതും അതിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന് സജി മഞ്ഞക്കടമ്പൻ തിരിച്ചറിയുന്നതും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ജയിൽവാസം അനുഷ്ഠിച്ചാൽ തൻ്റെ പേര് വീണ്ടും രാഷ്ട്രീയത്തിൽ ചർച്ചയാകുമെന്നും തൻ്റെ രാഷ്ട്രീയ പ്രസക്തി ഉയർത്തിപ്പിടിക്കാമെന്നുമുള്ള ഒരു അർത്ഥശൂന്യമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങൾ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന എനിക്കെതിരെ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് സജി മഞ്ഞക്കടമ്പൻ ഇപ്പോൾ ഒരു പ്രഹസനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും സജി മഞ്ഞക്കടമ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസിൻ്റെ വിശദാംശങ്ങളും എന്തുകൊണ്ട് ആ കേസിൽ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി എന്നതിൻ്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഇതിലൂടെ എത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്നുള്ള സജി മഞ്ഞക്കടമ്പൻ്റെ ശ്രമങ്ങളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.